അടുത്തിടെ വൺ പ്ലസ് പുറത്തിറക്കിയ ഒരു ഫോണായിരുന്നു വൺ പ്ലസ് നോഡ് 6. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്ക് ഈ ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ ഒരുപാട് കുറവുകളൊന്നും ഇല്ലാത്ത ഒരു ഫോണായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വൺ പ്ലസ് മറ്റൊരു ഫോൺ കൂടി പുറത്തിറക്കുന്നു, വൺ പ്ലസ് നോഡ് C6 എന്ന പേരിൽ. നമുക്കറിയാം നോഡ് 6, നോഡ് C6, നോഡ് C6 ലൈറ്റ്, ഇങ്ങനെയാണ് ഫോണിന്റെ പേര് അവർ കൊടുക്കുന്നത്. C6 ലൈറ്റ് ഇപ്പോൾ ഉടനെ പുറത്തിറങ്ങും. അപ്പോൾ നോഡ് 6ന് ശേഷം കുറച്ചുകൂടി വില കുറഞ്ഞ നോഡ് C6 വരുന്നു. നോഡ് C6നേക്കാളും കുറച്ചുകൂടി വില കുറവായിരിക്കും നോഡ് C6 ലൈറ്റ് എന്ന ഫോൺ. അതും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തും. എനിവേ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നോഡ് C6 എന്ന് പറയുന്ന ഈ ഒരു ഫോണാണ്. അപ്പോൾ നോഡ് 6നേക്കാളും വില കുറവാണ് നോഡ് C6 എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വൺ പ്ലസ് നോഡ് 6 പോലെ തന്നെ ഒക്കെ നമുക്ക് തോന്നും. ഏകദേശം എല്ലാം ഒക്കെ സെയിം ആണ് കാഴ്ചയ്ക്കൊക്കെ. അതായത് ഇവിടെ നോഡ് 6നകത്ത് ഇത്തരത്തിലൊരു ലൈൻ ഒക്കെ കൊടുത്തിരുന്നു, അതില്ലെന്നുള്ളതൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ സൈസും ഒക്കെ ഏതാണ്ടൊക്കെ സെയിം ആണ്. ഈ ഒരു ഫോണിന്റെ തിക്നെസ് വന്നിട്ട് നോക്കി 8.5 മില്ലിമീറ്റർ മാത്രമാണ്. അതുപോലെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 215 ഗ്രാം ആണ്. അല്പം വെയിറ്റ് കൂടുതലാണ്. ഒരു 200 താഴെ നിൽക്കുന്നതാണ് എപ്പോഴും ഐഡിയൽ വെയിറ്റ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ 215 ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയിറ്റ്. ഫോണിന്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് 6.78 ഇഞ്ചാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് വൺ പ്ലസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1.5K റെസൊല്യൂഷൻ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ്, ഹയർ റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തിടെയായിട്ട് വൺ പ്ലസിന്റെ ഫോണുകൾ വൺ പ്ലസ് 15 മുതലുള്ള ഇങ്ങോട്ട് ഫോൺ നോക്കുമ്പോൾ പെർഫോമൻസിന് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. മികച്ച ഒരു പെർഫോമൻസ് ബേസ് ചെയ്താണ് ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ തന്നെ പറഞ്ഞ ഇത്രയും ഹയർ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നത് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഇപ്പോൾ 1800 നിറ്റ്സിലാണ് എത്തുന്നത്. ഓക്കെ, ഇതുപോലെ മാക്സിമം ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ 1800 നിറ്റ്സിൽ വരെ ഇതിന്റെ ബ്രൈറ്റ്നസ് ഉയരും. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൺ. ഞാനിപ്പോൾ ബ്രൈറ്റ്നസ് കണ്ടില്ല, ഇവിടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യം വേണ്ടി വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും അതുകൊണ്ട് തന്നെ യാതൊരു വിഷയം വരില്ല. അതുപോലെ യൂട്യൂബിനകത്ത് നമുക്ക് HDR വീഡിയോയുടെ പ്ലേബാക്ക് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിലും HDR വീഡിയോയുടെ പ്ലേബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 1.16 മില്യൺ എന്ന AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ CP ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ നടത്തി. നല്ല ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, യാതൊരുവിധ ചുവപ്പോ മഞ്ഞ കളർ ഒന്നുമില്ല, ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഏകദേശം 88% അതിന്റെ ഒരു ത്രോട്ട്ലിംഗ് സ്കോറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ച സമയത്ത് ഒരുപാട് ഭയങ്കരമായിട്ടൊന്നും ഉപയോഗിച്ചില്ല, ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത സമയത്തൊന്നും അങ്ങനെ ഫോൺ അധികം ചൂടാകുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ BGMI ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്ലസിൽ ഗെയിം പ്ലസ് സാധ്യമാണ്. ലാഗോ ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയൊന്നും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ ചൂടാകുന്നത് പതിവാണ്. പക്ഷേ അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയൊക്കെ ഈ ഒരു ഫോണിനകത്ത് വൺ പ്ലസ് നൽകിയിട്ടുണ്ട്. ബാറ്ററി സൈഡിൽ ഇപ്പോൾ വരുന്ന വൺ പ്ലസ് ഫോണുകളെല്ലാം ഈ പറയുന്ന ടോപ്പ് ഹയർ mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയുമായിട്ടാണ് വരുന്നത്. ഇവിടെ നോഡ് 6ഉം 9000 mAh ബാറ്ററി ആയിട്ടാണ് വന്നത്. ഇവിടെ 8000 mAh ബാറ്ററി 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. മാത്രമല്ല 80 വാട്ടിന്റെ ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് 2 ക്യാമറകളാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 32 മെഗാ പിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഇതിന്റെ സെൽഫി ക്യാമറയും അതുപോലെ ബാക്ക് ക്യാമറയും ഏകദേശം സെയിം ആണ്. അത് കഴിഞ്ഞ ഇവരുടെ ഇത്തിരി മുന്നിൽ നിൽക്കുന്ന വൺ പ്ലസ് നോഡ് 6ൽ ഞാൻ പറഞ്ഞൊരു കാര്യം. സാധാരണ പല ഫോണുകളുടെയും ബാക്ക് ക്യാമറ അടിപൊളി, സെൽഫിലേക്ക് വരുമ്പോൾ ഇത്തിരി താന്നിരിക്കും. പക്ഷേ നോഡ് 6ലും അതുപോലെ ഇപ്പോൾ ഈ ഒരു നോഡ് C6ലും ബാക്ക് ക്യാമറയും സെൽഫിയും ഏതാണ്ട് ഒരേ ടൈപ്പ് റിസൾട്ട് തന്നെ നൽകുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. അപ്പോൾ സെൽഫി ഫോട്ടോയും അതുപോലെ ബാക്ക് ഫോട്ടോയും കണ്ടാൽ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ ഇരിക്കും. വലിയ ക്വാളിറ്റി ഡിഫറൻസ് വരുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടും ഭയങ്കര ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ക്വാളിറ്റിയാണ് ഫോട്ടോകൾ സെൽഫിയിലായാലും ശരി ബാക്ക് ക്യാമറയിലായാലും നൽകുന്നത്. അതുപോലെ സെൽഫിയിൽ പോലും ആ ഒരു ഡൈനാമിക് റേഞ്ച് ഒക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി ഇത് ഈ എന്റെ ഒരു സെൽഫി ഫോട്ടോയുടെ ബാക്കിൽ കാണുന്ന ഈ ക്ലൗഡ്സ് കണ്ടില്ലേ, അതൊക്കെ സെൽഫി ഫോട്ടോ ആയിട്ട് പോലും നല്ല വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. സാധാരണ ഇത് ബാക്ക് ക്യാമറയിലൊക്കെ ഇത്രയും ഒരു ഡൈനാമിക് റേഞ്ച് ഒക്കെ കിട്ടുകയുള്ളൂ. ഇവിടെ സെൽഫിയിൽ പോലും അടിപൊളിയായിട്ട് ആ ഒരു ക്ലൗഡ്സ് ഒക്കെ നന്നായി കാണുന്നുണ്ട്. അതുപോലെ പോർട്രേറ്റ് മോഡ് അത്ര ബെറ്റർ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇതിന്റെ പ്രൈമറി സെൻസർ ആണ് ഇതിന്റെ മെയിൻ. ഈ പറഞ്ഞ രണ്ടാമത്തെ സെൻസർ എന്ന് പറയുന്ന ഒരു 2 മെഗാ പിക്സലിന്റെ ഒരു പോർട്രേറ്റ് സെൻസർ ആണ്. എന്ത് തന്നെയാലും പോർട്രേറ്റ് ഫോട്ടോകളിലേക്ക് പോകുമ്പോൾ നോർമൽ ഫോട്ടോകളെ അപേക്ഷിച്ച് അല്പം കൂടി ക്വാളിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയുടെ വീഡിയോകൾ കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത വീഡിയോ കിട്ടുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ വ്യൂ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ iPhone 17 പ്രോയിലെ കൊട്ടിഘോഷിച്ച ഫ്രണ്ടും ബാക്ക് ക്യാമറ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്യുവൽ വീഡിയോ ഇതിനകത്തും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് സെൽഫി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം 4K 30 FPS വീഡിയോകളാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ്
സ്റ്റെബിലൈസേഷൻ OS സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ആൻഡ്രോയിഡ് 16 ആണ് ഈ ഒരു ഫോണിനകത്ത് ഉള്ളത്. അതുപോലെ ഓക്സിജൻ OS ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ OnePlus നമുക്ക് ഈ ഒരു ഫോണിനകത്ത് തരും. അതായത് ആൻഡ്രോയിഡ് 18 വരെ നമുക്ക് അപ്ഡേറ്റ് കിട്ടും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് OnePlus നൽകും. ഇനി ഈ ഒരു ഫോണിനകത്തുള്ള ബ്ലോട്ട് OSകളെ പറ്റി പറഞ്ഞാൽ ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഈ 4 ആപ്പ് മാത്രമേ ഉള്ളൂ അൺവാണ്ടഡ് ആയിട്ട് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അതൊരിക്കലും ഒരു ചവർ ആപ്പ് ഒന്നും അല്ല, ഈ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ആപ്ലിക്കേഷൻസ് ആണ്. അത് 4 ഉള്ളൂ എന്നുള്ളൊരു വലിയ കാര്യമാണ്. എപ്പോഴും OnePlusന്റെ യൂസർ ഇന്റർഫേസ് എപ്പോഴും അടിപൊളിയാണ്, ക്ലീൻ ആണ്. അത് ഇവിടെയും അങ്ങനെ തന്നെ തുടരുന്നു. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് നൽകിയിരിക്കുന്നത്. അതൊരു അല്പം പഴയ ഒരു വെർഷനാണ്. അതുപോലെ IP66, IP68, 69, 69K തുടങ്ങിയ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഫോണിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 69K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ പോലും ഹൈ പ്രഷറിൽ വന്ന് ഇതിലേക്ക് തട്ടിയാൽ പോലും കുഴപ്പം വരത്തില്ല. അത്തരം ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു IP69K. അപ്പോൾ അത്രയും ഡ്യൂറബിലിറ്റി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇത്രയും IP69K വരെയുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. വൈഫൈ വെർഷൻ വന്നിട്ട് Wi-Fi 6 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, നല്ല ലൗഡ് ആണ്, ക്വാളിറ്റി ഓക്കെ ആണ്. ഭയങ്കര പ്രീമിയം സൗണ്ട് ഫീൽ ഒന്നും ഇല്ലെങ്കിലും ക്വാളിറ്റി ഓക്കെ ആണ് ഈ ഒരു ഫോണിൽ. ചെറിയൊരു കുറവുണ്ട്, NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്തില്ല. അതുപോലെ ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല സൂപ്പറാണ്. അതായത് നമുക്ക് ഓരോ കീസും ഒക്കെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല ഫോൺ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ കീയുടെ ആ ഒരു ടച്ച്. അത്രയും മികച്ച ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പലർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എനിക്കും ഇപ്പോൾ വളരെ യൂസ് ആണ്. കാര്യം നമുക്ക് വരുന്ന കോളുകൾ ആര് അവിടെ എന്ത് പറഞ്ഞു പിന്നീട് റെഫറൻസിന് കോൾ റെക്കോർഡിംഗ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെന്തായാലും ഇതിനകത്ത് അങ്ങനെ തലകിൽ വിളിച്ചൊന്നും പറയാതെ കേൾപ്പിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ ഗുണങ്ങളിൽ ഇതിന്റെ ബാറ്ററി സൈഡ് പറയേണ്ടി വരും. 9000 mAh ബാറ്ററി വിത്ത് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫിയിൽ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 1.1 മില്യൺ ആന്റിറ്റ്യൂ സ്കോർ ഉള്ള ഒരുവിധം മികച്ച പെർഫോമൻസ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നത്. സാധാരണ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സാധാരണ വരുന്നത്. അതുപോലെ ഇതിന്റെ IP റേറ്റിംഗ് IP69K വരെയുള്ള റേറ്റിംഗ് ഈ ഒരു ഫോണിനകത്ത് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസൈൻ, അതുപോലെ ബിൽഡ് ക്വാളിറ്റി, ഒരു സ്റ്റേഡി ഫീൽ നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇനി ഇതിന് ചില കുറവുകളുണ്ട്. പ്രധാനമായിട്ടുള്ള കുറവുകൾ എന്ന് പറയുന്നത് NFC സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടില്ല. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം അൾട്രാ വൈഡ് ആംഗിൾ പോലും കൊടുത്തിട്ടില്ല. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോയും അൾട്രാ വൈഡും ഒക്കെ കൊടുക്കുന്ന ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ വേറെ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല, വേറെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോണിന്റെ ബാക്ക്. അതുപോലെ eSIM സപ്പോർട്ടും ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വയർലെസ് ചാർജിങ്ങും eSIM സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി നിർത്താം. പക്ഷേ NFC ഇല്ല എന്നുള്ളതും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതും കുറവ് തന്നെയാണ്. അപ്പോൾ അടുത്തായിട്ട് നോഡ് CE5 നിന്ന് എന്തൊക്കെ അപ്ഗ്രേഡുകൾ ഈ ഒരു ഫോണിനകത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ നോഡ് CE5 ഫുൾ HD പ്ലസ് റെസൊല്യൂഷനേ ഉള്ളായിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ 1.5K റെസൊല്യൂഷൻ വന്നിട്ടുണ്ട്. 120 ഹെഡ്സിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ 144 ഹെഡ്സിലേക്ക് വന്നിട്ടുണ്ട്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 എന്ന പ്രോസറിൽ നിന്ന് ഇവിടെ 7S Gen 4 എന്ന് പറയുന്ന പ്രോസറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രോസസറിൽ ഒരു അല്പം പെർഫോമൻസ് കുറവാണ് വന്നിരിക്കുന്നത് പറയേണ്ടി വരും. നോഡ് CE5 1.4 മില്യൺ ആന്റിറ്റ്യൂ സ്കോർ നൽകുന്ന ഒരു പ്രോസറായിരുന്നു. ഇവിടെ 1.1 മില്യൺ ആന്റിറ്റ്യൂ സ്കോർ എന്ന് പറയാം. അതുപോലെ ബാറ്ററി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 7100 mAh ബാറ്ററിയിൽ നിന്നും 8000 mAh ബാറ്ററിയിലേക്ക് മാറി. നോഡ് CE5 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലിന്റെ ഉണ്ടായിരുന്നു, ഇവിടെ അത് കൊടുത്തിട്ടില്ല. അതുപോലെ സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലിൽ നിന്ന് ഇവിടെ 32 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പൊ നോഡ് CE5 വില എന്ന് പറയുന്നത് 24,999 രൂപയാണ് നിലവിൽ. ഈ ഒരു ഫോൺ എന്തായാലും ഇപ്പോഴത്തെ റാം പ്രൈസ് കൂടിയതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഫോണിന് വില 24,999 രൂപയിൽ നിന്ന് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില 29,999 രൂപയാണ്. സേ ഒരു 30,000 രൂപ വരെയൊക്കെ കയറി പോയാലും അതിശയിക്കാനില്ല. അപ്പോൾ ഇതിന്റെ വില കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇതിന്റെ വില അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പറ്റി? എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പ്രൈസ് ഒരു കൺസ്ട്രെയിൻ ആണെങ്കിൽ 24,999 നോഡ് CE5 ഇപ്പോഴും നല്ലൊരു ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.